ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോവുകയാണ്. നാം ആഗ്രഹിച്ച് തീരുമാനിച്ചതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. മാവേലിക്കരയിൽ നിന്ന് ലിസിയെയും കുടുംബാംഗങ്ങളെയും യാത്രയിലെല്ലാം കൂടെ ഇരുന്ന് സൗഖ്യത്തോടെ കൊണ്ടുവന്നു. മണ്ണൂരിൽ നിന്ന് വരാനുള്ളവരെയെല്ലാം കർത്താവ് കൊണ്ടുവന്നു. തക്ക സമയത്ത് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ദൈവം കൊണ്ടുവന്നല്ലോ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ തേജസ്സോടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. കർത്താവ് തന്നെ ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വയെ ഒന്നാക്കിയ ദൈവം നമ്മുടെ നടുവിൽ വന്ന് തൻ്റെ വിശുദ്ധ കരം നീട്ടി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കണം. ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാം അനുഗ്രഹമായി തീരണം. എല്ലാത്തിനായും നമുക്ക് ഒരു നിമിഷം നമ്മുടെ വലതു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇപ്പോൾ മണവാട്ടി ലിസിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പാസ്റ്റർ ബോസ് അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രിയ ഷിബിൻ്റെയും നിസിമോടെയും വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് പൽക്കാലം ഈ മഹനീയമായ ദൈവിക സാന്നിധ്യത്തിൽ അത് നടക്കുവാൻ പോവുകയാണല്ലോ. എല്ലാ ശുശ്രൂഷകൾക്കായി അനുഗ്രഹത്തിനായി എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അതിമനോഹരമായ ദിവസത്തിൻ്റെ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 4-ാം തീയതി കർത്താവെ പ്രിയ ഷിബിൻ്റെയും നിസിമോളുടെയും വിവാഹ നിശ്ചയം നടന്നു. വളരെ അനുഗ്രഹമായ രീതിയിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനപ്രകാരം ഈ വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് അടിയങ്ങൾ ഈ ഹോളിൽ ഇന്ന് പൽക്കാലം കൂടി വന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പൽക്കാലം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. വധുവിൻ്റെയും വരൻ്റെയും ഹല്ലേലൂയ അതേ മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവ ജനങ്ങളെ ഹല്ലേലൂയ, എല്ലാ സഹോദരങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ച് യാത്രയിലായിരിക്കുന്നവരെ തക്ക സമയത്ത് തന്നെ കൂട്ടിവരുത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷക്തദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ നിയോഗത്തിൽ കർത്താവെ ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിവാഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ അഭിഷക്തദാസന്മാർക്കായി സ്തോത്രം. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ഭക്തന്മാർക്കായി സ്തോത്രം. എല്ലാവരും ഇവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ഹല്ലേലൂയ. ഗാനങ്ങൾ ആലപിക്കുന്ന ടീമിനായി ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ വിഷയങ്ങളും കർത്താവേ ആരംഭം മുതൽ അവസാന സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിച്ചോളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകൾ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഇന്ന് പൽക്കാലം അവരുടെ മേൽ ചൊരിയുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മൗഢ്യമെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദയവായി ഇരുന്നാട്ട് മണവാളിനും മണവാട്ടിക്കും ഇരിക്കുക. മാതാപിതാക്കൾ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സീറ്റിൽ പോയിരിക്കേണ്ടതാണ്.
ദൈവത്തിൻ്റെ മഹത്വം. ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന ഈ വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് ഉള്ള വിവാഹ നിശ്ചയരേഖ 2 സഭകളിലും വായിച്ചിട്ടുള്ളതാകുന്നു. ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ദൈവഹിതമായാൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കോട്ടുക്കൽ വില്ലേജിൽ പടിഞ്ഞാറ്റുകര പുത്തൻ വീട്ടിൽ ശ്രീമാൻ ഷാജിയുടെയും ശ്രീമതി വിജി ഷാജിയുടെയും മണ്ണൂർ സിലോൺ ബെന്തക്കോസ് മിഷൻ സഭാംഗമായ മകൻ ഷിബിൻ ഷാജിയുടെയും ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തഴക്കര വില്ലേജിൽ എബനേസർ പുത്തൻ വീട്ടിൽ ശ്രീമാൻ KP യോഹന്നാൻ്റെയും ശ്രീമതി രൂത്ത് യോഹന്നാൻ്റെയും മാവേലിക്കര ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ മകൾ നിസി യോഹന്നാനും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടത്തപ്പെടുവാനായി നാം തീരുമാനിച്ചിരിക്കുന്നത്. പൊതു സഭയോട് ചോദിക്കുകയാണ്, ഇവർ തമ്മിൽ വിവാഹിതരാകുവാൻ തക്കവണ്ണം കഴിയാത്ത നിലയിൽ ഏതെങ്കിലും നിയമപരമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശ സംബന്ധമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ സഭാവിശ്വാസികൾക്ക് എഴുന്നേറ്റ് പ്രസ്താവിക്കാവുന്നതാണ്. ബ്രദർ ഷാജിയുടെയും സിസ്റ്റർ വിജി ഷാജിയുടെയും മകൻ ഷിബിൻ്റെയും ബ്രദർ KP യോഹന്നാൻ്റെയും സിസ്റ്റർ രൂത്ത് യോഹന്നാൻ്റെയും മക്കൾ നിസി യോഹന്നാൻ്റെയും വിവാഹം ഇവിടെ വച്ച് നടത്തിക്കൂടാതെ വണ്ണം ഏതെങ്കിലും നിയമപരമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സഭാവിശ്വാസികൾക്ക് എഴുന്നേറ്റ് പ്രസ്താവിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ബ്രദർ ഷാജിയുടെയും സിസ്റ്റർ വിജിയുടെയും മകൻ ഷിബിനോട് കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, മാവേലിക്കര ബ്രദർ KP യോഹന്നാൻ്റെയും സിസ്റ്റർ രൂത്ത് യോഹന്നാൻ്റെയും മകൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിസി യോഹന്നാനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. നിസി യോഹന്നാനോട് കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, മണ്ണൂർ സിലോൺ ബെന്തക്കോസ് മിഷൻ സഭാംഗമായ ബ്രദർ ഷാജിയുടെയും സിസ്റ്റർ വിജിയുടെയും മകൻ ഷിബിൻ ഷാജിയെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഷിബിൻ ഷാജിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? ദൈവത്തിൻ്റെ മഹത്വം. കൂടി വന്ന സഭ ഇവർ വിവാഹം ഈ വിധത്തിൽ ഏർപ്പെടുന്നതിൽ, ഇവിടെ വച്ച് വിവാഹ ശുശ്രൂഷ നടത്തുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് മൗനമായി സമ്മതിച്ചിരിക്കുന്നു. മൗനം സമ്മതമെന്നുള്ള വാചകം നിമിത്തം പോലെ ഇനി മേലാലും ഈ കാര്യത്തിൽ എല്ലാവരും മൗനമായിരിക്കണം. വിവാഹിതരായി തീരുവാൻ പോകുന്ന ഷിബിനും നിസിയും ഞങ്ങൾ വിവാഹിതരായി തീരുവാൻ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള
വാക്ക് അവരും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഈ വിവാഹം ഇവിടെ നടത്തുവാൻ ഒരു തടസ്സവുമില്ല എന്ന്. ആയതിനാൽ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്കിരിക്കാം. പാട്ടുനാളിലെ രണ്ടാമത്തെ പാട്ട് സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ എന്നുള്ള പാട്ട് ഗായക സംഘം ഇപ്പോൾ പാടുന്നതായിരിക്കും. സിയോൻ മണവാളന് കാന്തനായി വന്നിടുവാൻ കാലങ്ങളത്ര കാത്തിടേണം. സിയോൻ മണവാളന് കാന്തനായി വന്നിടുവാൻ കാലങ്ങളത്ര കാത്തിടേണം.
വിശുദ്ധ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംബന്ധിക്കുന്ന ചില വേദഭാഗങ്ങൾ പരസ്യമായി വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റിപ്പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. അവസാനമായ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വം. അടുത്തതായി കൊയർ ഇംഗ്ലീഷ് ഗാനമാണ്. There shall be showers of blessing, send them upon us, our Lord. Grant to us now very refreshing. Come and honor them all. Showers of blessing, showers of blessing we need.
we flee. Showers of blessing, showers of blessing we need. Mercy drops round us and falling, but for the showers we flee. There shall be showers of blessing, preciously reviving again over the hills and the valleys. Sound of abundance of rain, showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we flee. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we flee. നിയുക്ത വരൻ ഷിബിൻ ഈ മീറ്റിംഗ് ശുശ്രൂഷ ലീഡ് ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഷിബിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ അലക്സ് ഫിലിപ്പ്, വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവദാസന്മാർ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിസിയുടെ മാതാപിതാക്കന്മാർ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന മാവേലിക്കര കർമ്മേൽ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ സാക്ഷ്യം പാലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അവരുടേതായിരിക്കുന്ന ഏക മകളാണ് ഇന്നത്തെ നിയുക്ത വധു. പൈതലിൻ്റേതായിരിക്കുന്ന ജനനം മുതൽ എനിക്കറിയാവുന്നതായിരിക്കുന്ന ഒരാളാണ്. അവൾക്ക് മാന്യമായിരിക്കുന്ന വിദ്യാഭ്യാസം കർത്താവ് നൽകി BSc നേഴ്സിംഗ് പാസ്സാകുവാൻ കൃപ ചെയ്തു. പഠനത്തിന് ശേഷം ബോംബെയിലുള്ളതായിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ചില വർഷങ്ങൾ ജോലി ചെയ്തു. അതിനുശേഷം അബുദാബിയിലുള്ളതായിരിക്കുന്ന വളരെ പ്രശസ്തമായിരിക്കുന്നതായിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ച് കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. വളരെ ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു കഴിവ് പ്രിയ പൈതലിന് കർത്താവ് നൽകിയിട്ടുണ്ട്. അവളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന നിയുക്ത വരൻ ഷിബിൻ നല്ല വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി അബുദാബിയിൽ തന്നെ നല്ല ജോലിയിൽ മുമ്പോട്ട് പോകുന്നതായിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പൈതലാണ്. ആ പൈതലിൻ്റെ മാതാപിതാക്കന്മാർ ഇതിനോടകം എനിക്ക് അവരുടെ ഭവനത്തിൽ പോകുവാനും സംസാരിക്കാനുമൊക്കെ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ആത്മീക പൈതൃകമുള്ളതായിരിക്കുന്ന ഒരു കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന വിവാഹം എല്ലാ വിധത്തിലും ഒരു ധന്യമായി തീരും, അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഇന്ന് പകൽക്കാലം
ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ഭാഗം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിന് ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. വിവാഹത്തെക്കുറിച്ച് ഒരിക്കലൊരു രാജാവ് തൻ്റെ ബുദ്ധിമാനായിരിക്കുന്ന മന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചു. ഭൂമിയിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചു. മന്ത്രി പറഞ്ഞു, മറുപടി പറയാൻ 2 ദിവസം ആവശ്യമാണെന്ന് പറഞ്ഞു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ചെന്നതിന് ശേഷം പറയുകയുണ്ടായി, ഭൂമിയിലേറ്റവും മനോഹരമായിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് കുടുംബം, ഭവനം, ഫാമിലി എന്നാണ് പറഞ്ഞു. വളരെ സ്നേഹിക്കുകയും ഉത്തരവാദിത്വമുള്ളതായിരിക്കുന്ന ഒരു ഭർത്താവും പരിജ്ഞാനവും ഉത്സാഹവുമുള്ളതായിരിക്കുന്ന ഒരു ഭാര്യയും ചേർന്നുള്ളതായിരിക്കുന്ന ഒരു കുടുംബം പോലെ മനോഹരമായിരിക്കുന്ന ഒരു വസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. ഈ വായിച്ചതായിരിക്കുന്ന വാക്യം ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എഴുതിയതായിരിക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണല്ലോ. ശലോമോൻ സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം ഇങ്ങനെയുള്ളതായിരിക്കുന്ന 2-3 പുസ്തകങ്ങളിൽ കൂടെ 3000-ത്തിലധികം സദൃശവാക്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ആ ശലോമോൻ ആ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഫലിതമായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ളതായിരിക്കുന്ന ഒരു രീതി കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ ആത്മീക വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, പക്ഷേ വേദപുസ്തകത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന പുസ്തകം ഉത്തമഗീതം മാത്രമാണ്. ഞാനതിലേക്ക് വിശദീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കുന്ന ധാരാളം പേരുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ ഇത് സാദൃശ്യമായിട്ടും ആലങ്കാരികമായിട്ടും ഒരു എൻ്റർടൈൻമെൻ്റായിട്ടൊക്കെ ചിലർക്ക് തോന്നുന്നുവെങ്കിലും നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന വസ്തുതകളാണ് ഈ സദൃശവാക്യങ്ങളിൽ കൂടെയും സഭാപ്രസംഗങ്ങളിൽ കൂടെയും ഉത്തമഗീതത്തിൽ കൂടെയും ദൈവത്തിൻ്റെ ദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിൽ താൻ മറക്കാതെ തന്നെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന ആ കുടുംബ ജീവിതത്തെക്കുറിച്ച് ഈ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ താൻ പറയുന്നത് 9-ാം വാക്യം, ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. ഒരുവനായിട്ട് ഇരിക്കുന്നതിനേക്കാൾ 2 ഏറെ നല്ലത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളാരും ആശങ്കപ്പെടരുത്. ദൈവരാജ്യം നിമിത്തം ഷണ്ണന്മാരാക്കിയതായിരിക്കുന്ന ഷണ്ണന്മാരുണ്ട്. അവർ സോമനസാലെ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവാഹം വേണ്ട എന്നുള്ളതായിരിക്കുന്ന നിലയിൽ മുമ്പോട്ട് പോകുന്ന അവർക്ക് അതിൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രതിഫലവും ദൈവവും കൃപയും നൽകുമെന്നുള്ള കാര്യം വാസ്തവമായിരിക്കുന്നൊരു വിഷയം. അങ്ങനെയുള്ളതായിരിക്കുന്ന ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളതായിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാം വായിച്ചു കേട്ടത്, ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. അതിൻ്റേതായിരിക്കുന്ന പ്രത്യേകത താഴോട്ട് വായിക്കുന്നത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. ഒരാളുടെ പ്രയത്നത്താൽ ലഭിക്കുന്നതായിരിക്കുന്ന പ്രതിഫലത്തെക്കാൾ 2 ഒരുമിച്ച് ചേർന്നുള്ളതായിരിക്കുന്ന പ്രയത്നത്താൽ നല്ല പ്രതിഫലം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ 1000 ഓടിക്കും, 2 10,000. ഗണിതശാസ്ത്രം അനുസരിച്ച് ഒരാൾ 1000 ഓടിച്ചു കഴിഞ്ഞാൽ 2 2000 എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ 2 പേർ ഒരുമിച്ച് കൂടി ഓടിക്കുന്നത് 2000 3000 അല്ല, 10,000 എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. മാത്രമല്ല 10-ാം വാക്യത്തിൽ, വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട്
അവൻ അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം, 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ഇരുവർ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒരു കുടുംബമായി ജീവിക്കുന്നത് ഏറ്റവും പ്രയോജനകരവും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന അവസ്ഥയാണെന്നാണ് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പ്രസ്താവിച്ചിട്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം 12-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ഈ ഇപ്പം അതൊന്നും അറിയാം, ഇപ്പം എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുള്ള കയറുകളാണ്. പഴയ കാലത്ത് ഈ ചകിരി കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന കയറ്, ഇഴക്കയറ് മേടിക്കാനായിട്ട് പ്രായമുള്ളവർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്നത് മുപ്പിരി ഉണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 പിരി കൊണ്ട് പണഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കയറുണ്ട്, 3 പിടി കൊണ്ട് പിരിച്ചിരിക്കുന്നതായിരിക്കുന്ന കയറുണ്ട്. ഈ 2 പിടി കൊണ്ട് പിരിച്ചിരിക്കുന്നതായിരിക്കുന്ന കയറ് എന്തെങ്കിലുമൊക്കെ വേലിയൊക്കെ കെട്ടി ഒന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് പൊട്ടി കയ്യിലിരിക്കും. അതേസമയം 3 പിടി പിരിച്ചുണ്ടാക്കിയതായിരിക്കുന്ന കയറുകളാണെങ്കിൽ അല്പം ബലമായിട്ട് ഇങ്ങോട്ട് പിടിച്ചാലും അതങ്ങനെയൊന്നും പൊട്ടുകയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രത്യേകത കൊണ്ടാണ് മുപ്പിരിച്ചിരട് ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിച്ച് അല്പം പൈസ കൂടുതലാണേലും അത് മേടിക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെടുന്നത്. ആ വസ്തുത തന്നെയാണ് കുടുംബജീവിതത്തിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ സാദൃശ്യമാക്കിയിരിക്കുന്നത്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. സ്തോത്രം. ഇന്നത്തെ കുടുംബജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുടുംബ കോടതികൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കുടുംബജീവിതം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണയായിട്ടുള്ളതായിരിക്കുന്ന വിഷയമായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരവസരത്തിൽ ഞാൻ ഏതോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ മനോരമയിലെ മാട്രിമോണിയൽ കോളം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് റീമാരിയേജ് എന്നുള്ള ഭാഗത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി 2ാം വിവാഹത്തിന് വേണ്ടി പരസ്യം കൊടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ വിവാഹം കഴിച്ച് ഒറ്റ ദിവസം മാത്രമാണ് കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോയത്. വാസ്തവത്തിൽ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആശങ്കകൾ തോന്നി. കാരണം കാണുമായിരിക്കും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഉള്ളതായിരിക്കുന്ന അവസ്ഥകളാണ് ഇന്നത്തെ കുടുംബജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് 4 പ്രാവശ്യം അമേരിക്കയിൽ പോകുവാനും ഏകദേശം 2 വർഷത്തോളം അവിടെ താമസിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. പല സഭകളിൽ പോകുവാനും അനേക കുടുംബങ്ങളെ പരിചയപ്പെടുവാനും ഇടയായി. അങ്ങനെയുള്ളതായിരിക്കുന്ന ചില ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചില സഹോദരിമാരോട് ഒരു കാര്യം ചോദിക്കേണ്ടതായിട്ട് വന്നു പോകും. ഹസ്ബൻഡ് എവിടെയാണ്, വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ശാന്തമായിട്ട് അവർ പറയും ഡൈവോഴ്സാ. വാസ്തവത്തിൽ അന്നേരം തന്നെ ഞാൻ എൻ്റെ സംസാരം അവിടെ നിർത്തും. നമ്മുടെ കേരളക്കരയിലാണെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ വെട്ടപ്പെടാൻ പോകുന്നില്ല, അധികമൊന്നും സംസാരിക്കാനും പോകത്തില്ല. എന്നാൽ അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉള്ളതായിരിക്കുന്ന ആശങ്കകളൊന്നുമില്ല. അത് ഒരു കാര്യം പറയുന്നു. കാരണം അത്ര സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ഇന്ന് പകൽക്കാലം ശലോമോൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. ഇങ്ങനെ കുടുംബങ്ങൾ ശിഥിലമായി തീരുന്നതിൻ്റെ അതായിരിക്കുന്ന കാരണം വിദ്യാഭ്യാസത്തിനും ജോലിക്കും പണത്തിനും ജീവിത സൗകര്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബജീവിതം മുമ്പോട്ട് നയിപ്പാൻ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന അവസ്ഥയുടെ പരിണിത ഫലമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുപ്പിരിച്ചരട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും, 3ാമത്തേതായിരിക്കുന്നത് മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ പാസ്റ്ററോ സഭയോ ഒന്നുമല്ല, മറിച്ച് 3ാമത്തെ പിരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം കർത്താവ് നൽകി. അവർക്കുള്ളതായിരിക്കുന്ന ഇത്രയും സൗന്ദര്യവും ആരോഗ്യവും നൽകി.
അവരെ ഇത്രത്തോളം അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ ദൈവ സാന്നിധ്യം ഇല്ലാതെ പോകുന്നതാണ് പല കുടുംബങ്ങളും താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. 127-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അവിടെ വീട് പണിയുക എന്ന് പറഞ്ഞ വീട് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന കെട്ടിടങ്ങളല്ല, മറിച്ച് കുടുംബമായിരിക്കുന്ന വീടിനെ ഉദ്ദേശിച്ചാണ്. സ്തോത്രം. ആ കുടുംബമായിരിക്കുന്ന വീട് പണിയേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ഷിബിനോടും നിസിയോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുന്നതായിരിക്കുന്ന ഈ ദിവസം മുതൽ നിങ്ങൾക്ക് ജീവിതം തന്ന് നിങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്നതായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സ്ഥാനം നൽകണം, ഒരു പ്രാധാന്യം നൽകണം. അങ്ങനെ ദൈവത്തോടുകൂടെ നിങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് നയിപ്പാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായി തീരുക തന്നെ ചെയ്യും. എനിക്ക് പരിമിതമായ സമയമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പെരുപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു കഥ നിങ്ങളോട് ഓർപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരിക്കലും ഒരു മനുഷ്യന് 17 ആന 17 ആനയുണ്ട്. അദ്ദേഹം മരിക്കാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ 3 മക്കൾക്ക് വേണ്ടി ഒരു വിൽപ്പത്രം തയ്യാറാക്കി. ഒന്നാമത്തെ മൂത്ത മകന് ഈ 17 ആനകളിൽ 2-1 കൊടുത്തിരിക്കണം. രണ്ടാമത്തെ മകന് ഈ 17 ആനകളിൽ 3-1 കൊടുത്തിരിക്കണം. മൂന്നാമത്തെ മകന് ഈ 17 ആനകളിൽ 9-1 കൊടുത്തിരിക്കണം. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിൽപ്പത്രം എടുത്ത് 3 ആമക്കളിലൂടെ വായിച്ചതിന് ശേഷം ഈ 17 ആനയെ അപ്പൻ എഴുതിയേക്കുന്ന പോലെ വീതിക്കാനായിട്ട് നോക്കി. ഒരു വിധത്തിലും നടക്കുന്നില്ല. 17 ആനയുടെ 2-1 പറഞ്ഞു കഴിഞ്ഞാൽ 8.5 ഒരാനയെ കട്ട് ചെയ്യേണ്ടിയായിട്ട് വരും. ഈ 17 ആനകളുടെ 3-1 എടുത്തു കഴിഞ്ഞാൽ 5.5 ആയിട്ട് വരും. അപ്പോഴും ഒരാനയെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. 17 ആനകളുടെ 9-1 എടുത്തു കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഒക്കത്തില്ല, ഒന്നുപോലും കിട്ടത്തില്ല എന്നുള്ള അവസ്ഥ. ആകെ കുഴഞ്ഞു, വളരെ പ്രശ്നത്തിലായി. അവസാനം ഒരു മോനും ഒട്ടും വിട്ടുവീഴ്ച കടക്കത്തില്ല, സഹിക്കാൻ തയ്യാറല്ല. എഴുതിയേക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയാലേ ഒക്കത്തുള്ളതായിരിക്കുന്ന നിർബന്ധമാണ്. അങ്ങനെയാണല്ലോ എല്ലായിടത്തും ഇപ്പം കണ്ടുവരുന്നത്. അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളതും. ഇവരൊട്ടും വിട്ടുവരും. അവസാനം 3 പേരൂടെ തീരുമാനിച്ചു, ഒരു വക്കീലിനെ, ലോയറിനെ പോയി കണ്ട് എന്തോ പറയുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു. ലോയർ ഇവരുടേതായിരിക്കുന്ന പ്രശ്നം ശാന്തമായി കേട്ടു. കേട്ടതിന് ശേഷം ലോയർ പറഞ്ഞു, ഫീസ് ഇത്ര 1000 രൂപയായിരിക്കും ഫീസ് എന്ന് പറഞ്ഞു. ഇത്ര വേണേലും തരാം എന്ന് പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ച് ലോയർ താൻ ഒരാനയെ അഡ്ജസ്റ്റ് ചെയ്ത്, വക്കീൽ ഒരാനയെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം 17 ആനയുടെ കൂട്ടത്തിൽ വക്കീൽ കൊണ്ടുവന്നതായിരിക്കുന്ന ആനയെ കൂടെ ചേർത്ത് 18 ആനയാക്കി. ആ 18 ആനയെ വിൽപ്പത്രം അനുസരിച്ച് മൂത്ത മകന് 2-1 9 അങ്ങോട്ട് മാറ്റി നിർത്തി. രണ്ടാമത്തെ മകന് 3-1 3 6 18 6 ആനയെ മാറ്റി നിർത്തി. മൂന്നാമത്തെ മകന് 9-1 2 ആനയെ കൂടെ അതിൽ കൂട്ടപ്പെടുത്തി. അപ്പോൾ 9 6 15 2 17 ആന. വക്കീൽ പീസും മേടിച്ച് താൻ കൊണ്ടുവന്ന ആനയെ കൊണ്ട് സന്തോഷത്തോടെ വീട്ടിൽ പോയി. ഈ 3 ആമക്കളും പ്രശ്നം പരിഹരിച്ച് വളരെ സന്തോഷമുള്ളവരായി തീർന്നു. ഞാനിതിങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞുവെങ്കിലും ഒരു വലിയ യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ തിരിയണം.
ഒരു വിധത്തിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കുടുംബജീവിതത്തിലുണ്ടാകും. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിഹരിപ്പാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു നല്ല വക്കീൽ സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ആ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് ദൈവമേ അവിടുന്ന് ഒരു പരിഹാരം തരണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തന്ന് സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നതായിരിക്കുന്ന പല ഗുണവിശേഷങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ദൈവദാസന്മാർ പറയുമായിരിക്കും. എന്നാൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത് ക്ഷമ എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ക്ഷമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന ദമ്പതികളെ കണ്ടതിന് ശേഷം അവരോട് ചോദിച്ചു, എത്ര നാളായി കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 35 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, 35 വർഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ 35 വർഷം നിങ്ങൾക്ക് ഈ കുടുംബജീവിതം മുമ്പോട്ട് നയിപ്പാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന ഭാര്യ പറഞ്ഞു, ചോദിക്കുന്നത് കേട്ടില്ലേ, മറുപടി പറ. അല്പം കൂടെ മിണ്ടാതിരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ കുറെ ശോഭിച്ചോണ്ട് പറഞ്ഞു, ഇവിടെ ഇപ്പം ഇത്രയും നാളെ നേരം ചോദിച്ചിട്ട് നിങ്ങൾ എന്താ മറുപടി പറയാത്തത്? മറുപടി പറ. 35 വർഷം എന്തുകൊണ്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ള മറുപടി പറ. അന്നേരവും ഭർത്താവ് അപ്പം ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, മതി, ഇതാ ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അതായിരിക്കുന്ന അനുഗ്രഹം. എന്തോ ദൈവമക്കൾക്ക് മനസ്സിലായി. ഇവർ മാത്രമല്ല, കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന അനേക ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. നമ്മുടെയൊക്കെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ വളരെ നമ്മുടെ വശത്ത് നിന്ന് ആവശ്യമായിരിക്കുന്നത് ക്ഷമയും സഹിഷ്ണുതയുമാണ്. അതിലുപരിയായി ഞാൻ ആദ്യം പറഞ്ഞതായിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതം തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിതമായിരിക്കുന്ന സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ശിവനും നിസയ്ക്കും കർത്താവ് ദാനം ചെയ്യട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന മാവേലിക്കര കർമ്മേൽ ദൈവസഭയുടെയും എല്ലാവിധമായിരിക്കുന്ന ഭാവുകങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ക്രിസ്തീയ കുടുംബജീവിതത്തിൽ പ്രായോഗിക നിലവാരത്തിൽ ഏത് രീതിയിൽ കുടുംബജീവിതം നയിക്കണമെന്ന് നിയുക്ത വധൂവരന്മാർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക്, ഇനി ഭാവിയിൽ കുടുംബസ്ഥരാകുവാൻ പോകുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന നിലവാരത്തിൽ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു ചെറിയ സന്ദേശം കൂടി നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. സമയം അതിക്രമിച്ചു പോകാതെ സമയം നിയന്ത്രിച്ച് വളരെ വേഗത്തിൽ തന്നെ നിർത്തുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവ് ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, വിശേഷിച്ച് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ജിത്തു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന നിയുക്ത മണവാളൻ ഷിബിൻ ഷാജി, പ്രിയ സഹോദരി നിസിയുമായിട്ടുള്ള വിവാഹം മാസങ്ങൾക്ക് മുന്നമേ നടക്കേണ്ടതായിരുന്നു. അവർ ആഗ്രഹിച്ച, കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച ആ തീയതിയിൽ വിവാഹം നടത്തുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ പ്രിയ സഹോദരൻ ജിത്തു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, മാതാവിൻ്റെ സഹോദരിയൊക്കെ യാത്ര ചെയ്ത വാഹനം ഒരു അപകടത്തിൽപ്പെട്ടത് നിമിത്തം അന്ന് നിശ്ചയിച്ച സമയത്ത് ആ വിവാഹം നടത്തുവാൻ കഴിഞ്ഞില്ല.
ഒരുപക്ഷെ ആയുസ്സോടെ ഈ ഭൂമിയിൽ അവശേഷിക്കയില്ല എന്ന് പോലും പലരും സംശയിക്കത്തക്ക നിലവാരത്തിൽ അതിഭയങ്കരമായ ഒരു അപകടമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണെന്ന് ഞാൻ കരുതുകയാണ്. കഷ്ടത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നാളുകളിലൂടെ പ്രിയ കുടുംബം കടന്നുപോയപ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്വം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തുണ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുവദിച്ച ആ കഷ്ടതയുടെ കാലങ്ങളെ, കണ്ണുനീരിൻ്റെ നാളുകളെ പരാതി പറയുവാനോ പരിഭവം പറയുവാനോ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവസ്നേഹം വിട്ട് പിന്മാറിപ്പോകുവാനോ ഇടവരാതെ ഇന്നുവരെയും അവർ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മഹാകരുണയാണ്. പ്രിയ കുടുംബത്തോട് കർത്താവ് കാണിച്ച കരുണയ്ക്കായി ബലഹീനരും അശക്തരുമായ അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവരെ വിടുവിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ സ്തോത്രം അവർ ദൈവമുഖത്തേക്ക് നോക്കി, ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയജിത്തുവിനോട് നിസിയോട് ഇന്നെനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കും. എനിക്ക് മുന്നമേ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനെ ഓർമ്മിപ്പിച്ചതുപോലെ മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് ചിന്തകൾ, കുറച്ച് തോട്ട്സ് മാത്രം പറഞ്ഞ് വേഗത്തിൽ ഇരുന്നു കൊള്ളാം. വിവാഹത്തെ സംബന്ധിച്ച് നാം എല്ലാം എല്ലാ വിവാഹ ശുശ്രൂഷകളിലും പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഈ കുടുംബത്തിന് സ്തോത്രം ഹല്ലേലൂയ, വിവാഹ ജീവിതത്തിന് സ്തോത്രം ഹല്ലേലൂയ കാരണഭൂതനായിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രാരംഭത്തിൽ നാം വചനത്തിൽ വായിച്ച് കേട്ടതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തിട്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് സ്തോത്രം ഈ കുടുംബം എന്ന സ്ഥാപനം ആരംഭിച്ചത് തന്നെ ദൈവമാണ്. സ്തോത്രം. ഒന്നാമത്തെ സ്തോത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ സ്തോത്രം, മാര്യേജ് ഈസ് ഗോഡ്സ് ഡിസൈൻ. സ്തോത്രം. ദൈവമാണ് ഇതിൻ്റെ ഡിസൈനർ, ദൈവമാണ് ഇതിൻ്റെ ആലോചനക്കാരൻ. ഇത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങൾ ഈ നൂറ്റാണ്ടിൽ പണ്ടെങ്ങും ഇല്ലാതിരുന്നതുപോലെ വളരെ അധികം ചലഞ്ചസിലൂടെയാണ് കടന്നു പോകുന്നത്. ശൈഥില്യങ്ങൾ, സ്തോത്രം, കുടുംബത്തിലെ ഊഷ്മളത കുറഞ്ഞു പോകുന്നു. പഴയ തലമുറയിലുള്ളവർ ഈ നവ തലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും, പക്ഷേ അവരെ സംബന്ധിച്ച് സ്തോത്രം അവർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ, വളരെ പ്രാക്ടിക്കലായി തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തരായവരാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കാലിറ്റിക്ക് നിശ്ചയമായും സ്ഥാനം വേണം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് സ്തോത്രം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമമായ സ്ഥാനം കൊടുക്കണം. വേദപുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം തുടങ്ങുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയും ജീവിതം ഇന്ന് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രഥമ സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തോത്രം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായി, നായകനായി, നടത്തിപ്പുകാരനായി സർവവല്ലഭനായ ദൈവത്തെ സ്തോത്രം നിങ്ങൾ പ്രതിഷ്ഠിക്കുമെങ്കിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമെങ്കിൽ, സ്തോത്രം പ്രാക്ടിക്കാലിറ്റിക്കല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ സ്തോത്രം സൗകര്യങ്ങൾക്കോ കൺവീനിയൻസിനോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ കുടുംബം നയിക്കുവാൻ പ്രിയ
സഹോദരൻ ഷിബിന്, പ്രിയ സഹോദരി നിസയ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും സാധിക്കയില്ല എന്ന് വളരെ ധൈര്യത്തോടെ എനിക്ക് ഇന്ന് ഇവിടെ പ്രസ്താവിക്കുവാൻ കഴിയും. സ്തോത്രം. ഈ ഉറപ്പ് കർത്താവ് തന്ന ഉറപ്പാണ്. ഈ ഉറപ്പ് ദൈവത്തിന്റെ വചനം തന്ന ഉറപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉഭയസമ്മത വാചകം സ്തോത്രം ചൊല്ലിത്തന്ന് നിങ്ങളുടെ കരങ്ങളെ പരസ്പരം പിടിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നിങ്ങളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കും. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇന്നെന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ സ്തോത്രം മരണത്താൽ അല്ലാതെ സ്തോത്രം ഈ ബന്ധം പിരിയുകയില്ല എന്നുള്ള ഒരു ഉത്തമമായ സ്തോത്രം ഹല്ലേലൂയ ഉറപ്പും തീരുമാനവും എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. സ്തോത്രം. സാഹചര്യങ്ങൾ മാറി മറിയും. സ്തോത്രം. ഇന്നലകളിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ ദുഃഖങ്ങളും ദുരന്തങ്ങളും ചാലഞ്ചസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ സ്തോത്രം ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. 2 സ്തോത്രം, ഈ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്താൽ പണിയപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സ്നേഹം ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. പ്രിയ ഷിബിനോട്, പ്രിയ ലിസിയോട് സ്തോത്രം, എനിക്ക് സ്തോത്രം ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുവാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ കുടുംബം സ്നേഹത്താൽ പണിയപ്പെടണം. സ്നേഹമുള്ളയിടത്ത് പരാതികൾക്ക്, പരിഭവത്തിന്, പിണക്കത്തിന് സ്തോത്രം ഹല്ലേലൂയ ദേഷ്യത്തിനൊന്നും സ്ഥാനമില്ല. സ്നേഹം ദോഷം കണക്കിടുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാം പൊറുക്കുകയും പ്രത്യാശിക്കുകയും എല്ലാം സഹിക്കുകയും ചെയ്യുന്നത് ഈ സ്നേഹത്താലാണ്. സ്തോത്രം. ദൈവം സ്നേഹം തന്നെ. ഈ ദൈവത്തിൻ്റെ മക്കളാകുന്ന നിങ്ങൾ ഈ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായി. സ്തോത്രം. സ്നേഹമെന്ന സ്തോത്രം ഈ പാശത്താൽ നിങ്ങൾ ഇരുവരും ബന്ധിക്കപ്പെടണം. സ്തോത്രം ഹല്ലേലൂയ. സ്നേഹത്താൽ നയിക്കപ്പെടുന്ന, സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നിലനിൽക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ചെറിയ ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. ഈ കുടുംബ ജീവിതത്തിൽ ഐക്യത ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ച അതേ വചനം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സ്തോത്രം സഭാപ്രസംഗി 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവിടെ അദ്ദേഹം ഓർമ്മിപ്പിച്ച വചനമായതുകൊണ്ട് ഞാൻ വീണ്ടും അത് വായിക്കുന്നില്ല. സ്തോത്രം. മുപ്പരി ചരടിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. 2 പേർ ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ 10 മടങ്ങ് കാര്യം ചെയ്യുക. സ്തോത്രം. 2 പേർ വേർപിരിഞ്ഞ് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ 10 മടങ്ങ് കാര്യം 2 പേർ ഐക്യതയോടെ ചെയ്താൽ സ്തോത്രം ഹല്ലേലൂയ സാധ്യമാക്കുവാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ വചനത്തിലൂടെ നാം കേൾക്കുവാനിടയായല്ലോ. പ്രപഞ്ചത്തിൻ്റെ ശക്തികൾ, ഫിസിക്സിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫിനോമിനനാണത്. സ്തോത്രം. സിനർജി എന്ന് പറയും. സ്തോത്രം. എനർജി എന്താണെന്ന് നമുക്കറിയാം. ഐക്യതയിൽ കൂടി സ്തോത്രം ഉളവാകുന്ന സ്തോത്രം ഒരു എവിടെ നിന്ന് വന്നു സ്തോത്രം എന്ന് വിശദമാക്കുവാൻ കഴിയാത്ത ഒരു ഊർജമാണ് ഈ സിനർജി എന്ന് പറയുന്നത്. 2 പേർ ചേർന്ന് സ്തോത്രം ഹല്ലേലൂയ ചെയ്യുവാൻ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്താൽ തീർക്കുവാൻ കഴിയുന്ന ജോലികൾക്ക് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പക്ഷെ ഈ 2 പേരും ഒരുമിച്ച് നിന്ന് ചെയ്യുവാൻ തുടങ്ങിയാൽ, ഒരാൾക്ക് 10 കിലോയാണ് പൊക്കുവാൻ, ലിഫ്റ്റ് ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ളത് എന്നിരിക്കട്ടെ, രണ്ടാമത്തെ ആളും അതേ 10 കിലോ ലിഫ്റ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷെ ഇവർ 2 പേരും ചേർന്നാൽ അവർക്ക് 20 കിലോ അല്ല ഉയർത്തുവാൻ കഴിയുന്നത്. ചിലപ്പോൾ 30, 40, 50 കിലോഗ്രാം ഒക്കെ അവർക്ക് ഉയർത്തുവാൻ കഴിയും. സ്തോത്രം.
അവിടെ ഏത് പ്രപഞ്ച നിയമമാണ് അപ്ലൈ ആകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സിനർജിയുടെ നല്ലൊരു ഉദാഹരണം ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. യുദ്ധം നേരിട്ട ദൈവത്തിൻ്റെ ജനം മോശയുടെ കരം ക്ഷീണിച്ച് പോകുന്ന ഇടത്ത് സ്തോത്രം, മോശയുടെ കരത്തിന് കരുത്തേകിയ സ്തോത്രം, ഹല്ലേലൂയ, ആളുകളെ രണ്ടുപേരെ നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 12-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ച് അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ അപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ച് നിന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം അവർ വിജയം പ്രാപിക്കും. പക്ഷേ സ്തോത്രം, ഒരുവൻ ഒറ്റയ്ക്ക് ആ കരം ഉയർത്തി നിൽക്കുവാൻ സ്തോത്രം ലിമിറ്റുണ്ട്, സ്തോത്രം ലിമിറ്റേഷൻ ഉണ്ട്. സ്തോത്രം, അവന് സഹായിയായി രണ്ടുപേർ കടന്നു വന്നതുപോലെ പ്രിയ ഷിബിനോട് എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, കഴിഞ്ഞ കാലജീവിതത്തിൽ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു, ഒറ്റയ്ക്ക് അധ്വാനിച്ചു. സ്തോത്രം, ഇന്നു മുതൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു തക്ക തുണയെ പ്രിയ സഹോദരൻ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം, അതുകൊണ്ട് പ്രിയ ഹല്ലേലൂയ സഹോദരാ, നിന്റെ കരത്തിന് ഭാരമേറുന്നു എന്ന് തോന്നുന്ന ഇടത്ത്, ഒറ്റയ്ക്ക് സ്തോത്രം ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന ഇടത്ത്, ഒറ്റയ്ക്ക് മുന്നേറുവാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഇടത്ത്, നിനക്ക് സഹായിയായി, നിനക്കൊരു ഉത്തമ തുണയായി സ്തോത്രം കർത്താവ് ഹല്ലേലൂയ പ്രിയ സഹോദരി നിസിയെ നിനക്ക് ഇന്ന് ദാനമായി തരികയാണ്. പ്രിയ സഹോദരി നിസിയോട് ഞാൻ പറയട്ടെ, സ്തോത്രം, കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഒറ്റയ്ക്ക് സ്തോത്രം ഹല്ലേലൂയ ജീവിച്ചു, ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ സന്തോഷങ്ങളും അനുഭവങ്ങളും ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷേ സ്തോത്രം, ഇനി മുന്നോട്ട് ഹല്ലേലൂയ സ്തോത്രം നിന്നെ കരുതുവാൻ, താങ്ങുവാൻ സ്തോത്രം നിശ്ചയമായും സർവ്വലഭനായ കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം, അതോടൊപ്പം തന്നെ ദൈവം ഇന്ന് മുതൽ ഹല്ലേലൂയ നിങ്ങളെ ഒരുമിപ്പിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഈ കുടുംബ ബന്ധത്താൽ ഒന്നായി തീരുന്നത് കൊണ്ട്, പ്രിയ സഹോദരി, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് തുണയായി, തുണയായി, നിന്റെ കരം ക്ഷീണിച്ചു പോകുന്ന ഇടത്ത്, നിന്റെ ബലം ക്ഷയിച്ചു പോകുന്ന ഇടത്ത്, നിന്റെ ഹല്ലേലൂയ സ്തോത്രം മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇടത്ത് ഒരു നല്ല തുണയായി ഹല്ലേലൂയ പ്രിയ ഷിബിൻ നിന്റെ ഭർത്താവായി, നിന്റെ സന്തത സഹചാരിയായി നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നിനക്ക് ഇന്നു മുതൽ ദാനമായി തരികയാണ്. ഈ ഭാര്യയിൽ സന്തോഷിപ്പാൻ ഭർത്താവിനും, ഈ ഭർത്താവിൽ സന്തോഷിപ്പാൻ ഭാര്യയ്ക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, നിങ്ങളുടെ കുടുംബം ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമായി തീരണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. കീഴ്പ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ സ്തോത്രം, ഒരാൾ മറ്റൊരാളുടെ അടിമയായിരിക്കുക എന്നല്ല അർത്ഥം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള സ്തോത്രം ഹല്ലേലൂയ സബ്മിഷനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനോട് സ്തോത്രം ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, സഭ ക്രിസ്തുവെന്ന തലയ്ക്ക് ശിരസാകുന്ന ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ സ്തോത്രം ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കണമെന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആ വാക്യം വേഗത്തിൽ വായിക്കാം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സ്തോത്രം. പ്രിയ സഹോദരൻ ഷിബിനോട് ഞാൻ പറയട്ടെ, സ്തോത്രം ഹല്ലേലൂയ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ, സ്തോത്രം, കർത്താവ് നിനക്ക് ദാനമായി തരുന്ന ഈ ഭാര്യയെ, പ്രിയ സഹോദരൻ നിസിയെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നിന്നോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? കാൽവറി കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട് സ്തോത്രം തൻ്റെ അവസാന തുള്ളി ചോരയും സ്തോത്രം സഭയ്ക്ക് വേണ്ടി
ഇതേ ലേഖനത്തിലെ മുൻപുള്ള വചനത്തിൽ നാം വായിക്കുന്നു, അവൻ അവളെ സ്തോത്രം വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കേണ്ടതിന്, ശുദ്ധീകരിക്കേണ്ടതിന്, നിർമ്മലീകരിക്കേണ്ടതിന്, തനിക്ക് മുന്നമേ നിർത്തേണ്ടതിന് വേണ്ടി സ്തോത്രം തൻ്റെ മണവാട്ടിയായി തൻ്റെ മുൻപിൽ സഭയെ നിർത്തുവാൻ ആഗ്രഹിച്ചിട്ട് ഈ സഭ വിശുദ്ധയായി തീരേണ്ടതിന്, നിഷ്കളങ്കയായി തീരേണ്ടതിന്, സ്തോത്രം തൻ്റെ മണവാട്ടിയായി തീരേണ്ടതിന് തനിക്ക് വേണ്ടി സ്തോത്രം ഈ മണവാട്ടിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മണവാട്ടിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു സ്തോത്രം സഭയെ സ്നേഹിച്ചതുപോലെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നാം എല്ലാവരും പാപികളായിരുന്നു, നാം എല്ലാവരും ദോഷികളായിരുന്നു, നാം എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ന്യായപ്രമാണത്തിന് പുറത്തുള്ളവരായിരുന്നു, നാം എല്ലാവരും ക്രൂശിന് വിരോധികളായിരുന്നു. സ്തോത്രം നാം ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയിടത്ത്, സ്തോത്രം ദൈവത്തെ അറിയാതെ പാപത്തിൽ വസിച്ചയിടത്ത്, സ്തോത്രം അറിയായ്മയുടെ കാലങ്ങളിൽ, സ്തോത്രം അജ്ഞാന സ്തോത്രം ഹല്ലേലൂയ കാലങ്ങളിൽ, സ്തോത്രം അന്ധകാരത്തിലായിരുന്ന നമ്മെ സ്നേഹിച്ച് സ്തോത്രം ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ രക്ഷിച്ചത് എങ്ങനെയെന്നോർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ സ്തോത്രം ഈ രക്ഷ നേടുവാൻ, ഈ രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ കരസ്ഥമാക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാതെ ഇരുന്ന ഇടത്ത് സ്തോത്രം ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ തേടി വന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഞാൻ ക്രൂശിന് വിരോധിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ സ്നേഹം. സ്തോത്രം ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്കൊരിക്കൽ കൂടി ധ്യാനിക്കാം. സ്തോത്രം പ്രിയ സഹോദരൻ ഷിബിനോട് മാത്രമല്ല, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരോടും സ്തോത്രം ഹല്ലേലൂയ. ഒരുപക്ഷെ നാളെ സ്തോത്രം ഹല്ലേലൂയ ഭാവി കാലത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുള്ള അവിവാഹിതരായ യൗവനക്കാരായ സഹോദരന്മാരോട് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം ഒരു കുടുംബം ദാനമായി തന്നുവെങ്കിൽ, ഇനി തരുവാൻ പോകുന്നുവെങ്കിൽ, കർത്താവ് നിനക്ക് ദാനമായി തരുന്ന നിന്റെ ഭാര്യയെ സ്തോത്രം ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം. എത്ര പേർക്ക് അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? നമ്മൾ പലപ്പോഴും പല ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ്. ലോകത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. നീ എന്നെ സ്നേഹിച്ചാൽ, അല്ലേ സ്തോത്രം, നീ എന്നെ കരുതിയാൽ ഞാൻ നിന്നെ കരുതാം, നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്നാണ് മനുഷ്യൻ പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയല്ല. സ്തോത്രം ഹല്ലേലൂയ. പാപിയായിരുന്ന എന്നെ കർത്താവ് സ്നേഹിച്ചു എങ്കിൽ ഒരുപക്ഷെ നിന്റെ ഭാര്യയുടെ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ സ്തോത്രം കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ കണ്ടു, എന്നാലും സ്തോത്രം ഹല്ലേലൂയ നീ എത്ര കൊടിയ പാപിയായിരുന്നപ്പോഴാണ് കർത്താവ് നിന്നെ സ്നേഹിച്ചതെന്ന് ഓർത്തിട്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ സ്തോത്രം അപ്രകാരം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കുടുംബജീവിതം ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോകുകയില്ല. നിങ്ങളുടെ കുടുംബജീവിതം ഒരിക്കലും ശിഥിലമായി പോകുകയില്ല. സ്തോത്രം ഇന്ന് പകൽ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് മടങ്ങിപ്പോയാൽ സ്തോത്രം ഹല്ലേലൂയ ഈ വചനം ഞാനിവിടെ സംസാരിക്കുന്നത് കൊണ്ട് സ്തോത്രം അതിനൊരു പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് സ്തോത്രം നിങ്ങളുടെ പ്രായം എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ വിവാഹം സ്തോത്രം ബന്ധം തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇന്നലകളിൽ ഒരു പക്ഷേ നിന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ കർത്താവേ അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, സ്തോത്രം വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചതുപോലെ സ്തോത്രം നീ എനിക്ക് കൂട്ടായി തന്ന എൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുമോ? നിങ്ങളുടെയും കുടുംബം നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അടുത്തതായി നിങ്ങളുടെ കുടുംബം സ്തോത്രം പ്രാർത്ഥനയിൽ പണിയപ്പെടണം. ഞാൻ ഭർത്താവിൻ്റെ കാര്യം മാത്രം പറഞ്ഞപ്പോൾ സ്തോത്രം ജിത്തു വിഷമിച്ചു പോകരുത്. സ്തോത്രം ഭാര്യയുടെ കടമകളെക്കുറിച്ച് നമ്മൾ വായിച്ച് കേട്ടുവല്ലോ. സ്തോത്രം ദൈവസ്നേഹത്തിൽ ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എഫേസ്യ ലേഖനം 5:22 ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിന് എങ്ങനെയാണ് കീഴ്പ്പെടേണ്ടത്? കർത്താവിനെന്ന പോലെ. നിങ്ങൾ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കും, നിങ്ങൾ കർത്താവിനെ എത്രമാത്രം അനുസരിക്കും, നിങ്ങൾ കർത്താവിനെ എത്രമാത്രം സ്തോത്രം കീഴ്പ്പെട്ട് ഇരുന്ന് അവനെ സ്നേഹിക്കും, സേവിക്കും, അനുസരിക്കും, അതേ വിധത്തിൽ സ്തോത്രം
പ്രിയ സഹോദരൻ ഷിബിനെ സ്നേഹിക്കുവാൻ പ്രിയ സഹോദരൻ നിസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസാനമായി നിങ്ങളുടെ കുടുംബം പ്രാർത്ഥനയിൽ പണിയപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. യോശുവ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. 24-ാം അധ്യായം 15-ാം വാക്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അവനിങ്ങനെ വിളിച്ചു പറയുന്നു. വളരെ സ്തോത്രം, ഹല്ലേലൂയ, ഉറപ്പോടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് യോശുവ അവിടെ നടത്തുന്നത്. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവിടെ മുൻപിൽ ഒരു സെലക്ഷൻ, ഒരു ചോയ്സ് വെച്ചിട്ട് അവരോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും അതെൻ്റെ തീരുമാനത്തെ ബാധിക്കുകയില്ല. സ്തോത്രം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ, സ്തോത്രം, എത്ര പേർക്ക് പറയുവാൻ കഴിയും ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഞാൻ കുടുംബമായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമെന്ന് സ്തോത്രം തീരുമാനമെടുക്കുന്നവർ? അപ്രകാരം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ സേവിച്ച്, ദൈവത്തിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സ്തോത്രം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഉയർത്താമോ? സ്തോത്രം, സഹോദരീ സഹോദരന്മാർ രണ്ട് വശത്തായിട്ടാണ് ആയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഹല്ലേലൂയ കപ്പിളായിട്ട്, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കരം കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഈ വാചകം എന്നോട് ചേർന്ന് പറയാമോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയ ഷിബിനോട്, പ്രിയ സഹോദരൻ നിസിയോട് എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, ആരംഭത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം, പ്രഥമ സ്ഥാനം, ജീവിതത്തിൽ 1-ാം സ്ഥാനം, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്തോത്രം 1-ാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുമെങ്കിൽ, സ്തോത്രം, ഇൻ ദ ബിഗിനിങ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദപുസ്തകം തുടങ്ങുന്നു. ഒടുക്കത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു മഹാ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഹല്ലേലൂയ സന്തോഷത്തിൻ്റെയും അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഈ സത്യ വേദപുസ്തകം അവസാനിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ സ്തോത്രം ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം, കുഞ്ഞാടിൻ്റെ കല്യാണം, സ്തോത്രം, ഹല്ലേലൂയ, അതിലേക്കാണ് ഈ വിവാഹ ശുശ്രൂഷ നമ്മെ ഹല്ലേലൂയ കൊണ്ടുപോകുന്നത്. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു മഹാ ഉത്സവം, ഒരു മഹാസന്തോഷം, ഒരു വലിയ വിവാഹം, സ്തോത്രം, അന്ന് നമ്മുടെ ആത്മമണവാളനായ കർത്താവ്, സ്തോത്രം, താൻ ചോര വില കൊടുത്തു വാങ്ങി, തൻ്റെ രക്തം വില കൊടുത്തു വാങ്ങിയ തൻ്റെ മണവാട്ടിയെ സ്തോത്രം തൻ്റെ അടുക്കൽ ചേർക്കുവാനായി സ്തോത്രം പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സുദിനമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ സുദിനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം നമ്മുടെ കർത്താവിനെ, നമ്മുടെ ആത്മമണവാളനെ, സ്തോത്രം, ഹല്ലേലൂയ, നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി രക്തമൂറ്റിയ നമ്മുടെ ആത്മമണവാളനെ എതിരേൽപ്പാൻ സ്തോത്രം, ഹല്ലേലൂയ, മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ, ആ സ്തോത്രം സ്വർഗീയ പ്രത്യാശ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ വിവാഹം ഒരു ചുണ്ടുപലകയാണ്. സ്തോത്രം, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം പോലെ അനേക വിവാഹങ്ങൾ നടക്കും, അനേക കുടുംബങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടും. സ്തോത്രം, ദൈവഹിത പ്രകാരമുള്ള തലമുറകളെ കർത്താവ് അവർക്ക് നൽകും. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ അധ്വാനിക്കും, ഓടും. പക്ഷേ സ്തോത്രം, ഓടിയതും അധ്വാനിച്ചതും വൃഥാവല്ല എന്ന് വരണമെങ്കിൽ ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന കർത്താവിനെ, അവിടുന്ന് നമ്മെ ഏത് അളവിൽ സ്നേഹിച്ചുവോ, ഏത് നിലവാരത്തിൽ സ്നേഹിച്ചുവോ, അതേ സ്തോത്രം, ഹല്ലേലൂയ, സ്നേഹത്തിൻ്റെ ആഴത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ, കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, അവനൊരുക്കുന്ന അവകാശം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം, ആ നല്ല അവകാശത്തിന് ഓഹരിക്കാരായി തീരുവാൻ സ്തോത്രം, പ്രിയ ഷിബിനെയും നിസിയെയും കുടുംബമായി കർത്താവ് സഹായിക്കുന്നതോടൊപ്പം ഇന്ന് കൂടി വന്നിരിക്കുന്ന നിങ്ങളെ, സ്തോത്രം, ഞാൻ ഉൾപ്പെടെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം.
കർത്താവേ സ്തോത്രം, എന്നെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിപ്പാൻ, സ്തോത്രം, അങ്ങയെ ഹല്ലേലൂയ സേവിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് അല്പനേരം ഹല്ലേലൂയ കഴിഞ്ഞാൽ സ്തോത്രം തങ്ങളുടെ ഉഭയസമ്മത വാചക പ്രകാരവും സ്തോത്രം ഹല്ലേലൂയ അവർ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ സ്തോത്രം അഭിഷിക്തന്മാർ അവരുടെ കരം ഹല്ലേലൂയ പരസ്പരം പിടിപ്പിക്കുന്നതിനാലും അവരുടെ ഉഭയസമ്മത വാചകത്തിനാലും അവരുടെ സാക്ഷ്യവചനത്താലും അവർ സ്തോത്രം 2 പേർ സ്തോത്രം ഒന്നായി തീരുവാൻ പോകുകയാണ്. അവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഒരു വലിയ സ്തോത്രം ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധമാണ് കുടുംബ ബന്ധമെന്ന് പറയുന്നത്. അവർ മേലാൽ 2 അല്ല 1 സ്തോത്രം. ഇത് ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട്, ഇത് ദൈവത്താൽ നടക്കുന്നതായതുകൊണ്ടാണ് ഈ അത്ഭുതം ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ലോകത്തിൽ മറ്റൊരിടത്തും കാണുവാൻ കഴിയാത്ത, പ്രിയ കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ സ്തോത്രം ഏറ്റവും വലിയ ബന്ധം, ഏറ്റവും വിശേഷമായ ബന്ധം എന്തെന്ന് ചോദിച്ചാൽ അത് കുടുംബ ബന്ധമാണ്. സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ ഒരുക്കി കൊടുത്ത കർത്താവ് സ്തോത്രം. പ്രിയ ശിവന് തക്ക തുണയായി സഹോദരൻ നിസിയെയും, പ്രിയ സഹോദരൻ നിസിക്ക് തക്ക തുണയായി പ്രിയ സഹോദരൻ ശിവനെയും കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി നമുക്ക് അല്പനേരം സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിവാഹ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. പ്രിയാശിബിൻ്റെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന മണ്ണൂർ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ അലക്സ് ഫിലിപ്പ് മുൻപോട്ട് വന്ന് തുടർന്നുള്ള ശുശ്രൂഷകൾ ലീഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്തോത്രം ബലഹീനകരമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യകരം തന്നെ ഇറങ്ങി വന്ന് പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷ ആശീർവദിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും കർത്താവ് ഹല്ലേലൂയ ബലപ്പെടുത്തണം. ഹല്ലേലൂയ സ്തോത്രം. നിയോഗവും അഭിഷേകവും നൽകി ഇന്ന് പകൽക്കാലം ആത്മശക്തിയോടെ ദൈവകൃപയോടെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ സ്തോത്രം കൊയറൊരു ഗാനം ആലപിക്കും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അലക്സ് ഫിലിപ്പ് വിവാഹ ശുശ്രൂഷയുടെ പ്രധാന സ്തോത്രം ഘട്ടത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തമ സ്ത്രീയായ ബാലയെ തീരഞ്ഞ പ്രാമ്യ പ്രത്യവരൻ ചെയ്ത വേലയെ തൊൽത്തുണ തുടർന്ന പോലയെ ഈ വിടയും നീ ചേർത്തരുളേവർ കരങ്ങളെ ഉത്തമ സ്ത്രീയായ ബാലയെ തീരഞ്ഞ പ്രാമിൺ പ്രത്യവരൻ ചെയ്ത വേലയെ ത്വൽത്തുണ തുടർന്ന പോലയെ ഈ വിടയും നീ ചേർത്തരുളേവർ കരങ്ങളെ നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നോ സുഖി ചല്ല വെടിഞ്ഞിടുവാനും കല്യമോദം ചേർന്നോ സുഖി ചല്ല വെടിഞ്ഞിടുവാനും ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു നിന്നടി
അങ്ങോരസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. അങ്ങോരസവീനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും അതിപ്രധാനമായ ഭാഗത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഈ ജിബിനെയും ലിസിയെയും ഞങ്ങളാരുമല്ല കൂട്ടി യോജിപ്പിക്കുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ പരിശുദ്ധ കരം, സർവശക്തിയുള്ള കരം ഇവിടേക്ക് നീട്ടപ്പെടണം. കർത്താവ് ഇവരെ യോജിപ്പിച്ചാൽ ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ആകയാൽ ഈ അല്പനിമിഷം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കണം. കർത്താവ് ഈ ശുശ്രൂഷയെ നടത്തണം. ദൈവത്തിൻ്റെ കരം ഇവരെ യോജിപ്പിക്കണം. ഇവിടെ മാതാപിതാക്കൾ, സഭയിലുള്ളവർ, സ്നേഹിതർ ഒക്കെ ദയവായി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ സഹകരിക്കുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ദൈവ സാന്നിധ്യം ഇറങ്ങണം, കർത്താവിൻ്റെ കരം ഇറങ്ങണം, ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, അവരെ ആഗ്രഹിച്ച പ്രകാരമല്ല ദൈവത്തിൻ്റെ സമയത്ത് കർത്താവേ ഇപ്രകാരം ഒരു വിവാഹ ശുശ്രൂഷയിൽ കർത്താവെ ആയിരിക്കാൻ ദൈവം അവരെ സഹായിച്ചല്ലോ. പൈതൽ പ്രായം എന്നവരെയും ദൈവം അവരെ സൂക്ഷിച്ചു. നല്ല മാതാപിതാക്കളെ ജനിക്കപ്പെടുവാൻ, അവരെ കർത്താവെ പത്യോപദേശത്തിൽ വളർത്തപ്പെടുവാൻ, നല്ല വിദ്യാഭ്യാസം ചെയ്യുവാൻ, നല്ല ജോലി ലഭിക്കാനൊക്കെ ദൈവം സഹായിച്ചു. തക്ക സമയത്ത് കർത്താവെ അവർക്ക് വേണ്ടി തക്ക തുണകളെ ദൈവം ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ ഈ പൽക്കാലം കർത്താവിൻ്റെ അഭിഷക്തനാൽ അവരെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കരം വെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാണ് കർത്താവേ. സ്തോത്രം. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീഷമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബാന ഭഗണ കദിണി ഗണവ ഗണ കദിണി ഗണവ ഗണ കദിണി ഗണവ ഗണ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷിബിൻ ഷാജിയാകുന്ന ഞാൻ, നിസി യോഹന്നാനാകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളും. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും ദൈവം നമ്മെ നടത്തുന്ന ഏത് പാതയിലും നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നെ മാത്രം ബഹുമാനിച്ച് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യേണ്ടുന്ന എല്ലാ കടപ്പാടുകളും എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടെ ചെയ്തു കൊള്ളാമെന്നും മരണത്താലല്ലാതെ നാം തമ്മിൽ ഒരു കാരണം ചൊല്ലിയും വേർപിരിയയില്ല എന്നും മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ വേർപിരിയില്ല എന്നും ഒരു കാരണത്താൽ ചൊല്ലിയും വേർപിരിയില്ല എന്നും
പിതാവിൻ്റെയും പുത്രന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി ദൈവസഭ മുമ്പാകെ ഞാൻ നിനക്ക് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. അങ്ങനെ തന്നെയല്ലേ? സ്വപ്പുരമേ കരാറിനോ സാക്ഷി നിൽക്കും നന്മാനമേ സ്വർഗസ്ഥനെ ദമ്പതികൾക്ക് ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ചതാ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ചതാ. മിസ്സി യോഹന്നാനാകുന്നു ഞാൻ. ഷിബിൻ ഷാജി ആകുന്ന അങ്ങേ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ദൈവം നമ്മെ നടത്തുന്ന ഏത് പാതയിലും അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയെ മാത്രം ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു ഭാര്യ ഭർത്താവിന് ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോട് ചെയ്തു കൊള്ളാമെന്നും മരണത്താലല്ലാതെ യാതൊരു കാരണവും ചൊല്ലി നാം തമ്മിൽ വേർപിരിയയില്ല എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി വിശുദ്ധ സഭയുടെ മുൻപാകെ ഞാൻ അങ്ങയ്ക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ശരിയാണ്. സുവിശേഷപ്പെട്ട 3-6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ദൈവം യോജിപ്പിച്ചതിനെ
മനുഷ്യൻ വേർതിരിക്കരുത്. ഇന്ന് ഈ സഭയുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്തിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്ത വചനം ഈ പ്രിയപ്പെട്ടവരിൽ എല്ലാ നിലയിലും അന്വർത്ഥമായി തീരേണ്ടതിന് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവിടുത്തെ കരം നീട്ടി കൂട്ടിയോജിപ്പിച്ച് ഒന്നാക്കി ഒരു കുടുംബമാക്കി തീർത്തതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നേ കർത്താവേ. ഇന്നു മുതൽ അവരുടെ കുടുംബ ജീവിതം എല്ലാ നിലയിലും അനുദിനമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ, മനോഹരമായി തീരട്ടെ, മാന്യമായി തീരട്ടെ, മാതൃകയുള്ളതായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ കർത്താവ് തന്നെ ഒരു കുടുംബത്തെ കൂടെ ഒഴിവാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. വിശുദ്ധ സഭാ മുമ്പാകെ ഒരു പരസ്യം പറയുന്നു. നമ്മുടെ ഷിബിൻ ഷാജിയും നസീം യോഹന്നാനും ദൈവ സന്നിധിയില് വിശുദ്ധ സഭയുടെ മുൻപാകെ അവർ ഏറ്റുപറഞ്ഞ ഉഭയസമ്മതത്താലും ഈ ശുശ്രൂഷയുടെ അവസാനത്തിങ്കിൽ വാരിയേജ് രജിസ്റ്ററില് ഒപ്പുവെക്കുന്നതോടുകൂടെ അവർ ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും എന്ന് വിളിക്കപ്പെടും എന്ന് സഭയില് പരസ്യപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പുതിയ കുടുംബത്തോട് 2 വാക്ക് ഞാൻ പറയാൻ വന്ന പലതും നമ്മുടെ ബഹുമാനപ്പെട്ട 2 പാസ്റ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പറയാത്ത 1-2 കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഷിബിന്റെ വീട്ടിലും ലിസിയുടെ വീട്ടിലും ഒരേ ഒരു മകളും ഒരേ ഒരു മകനും അല്ലേ? 2 ഇല്ല, 1. ഞാൻ ഇവരോട് പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ വളർത്തുക. ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. വിവാഹം കഴിഞ്ഞ് അവർ അവരുടെ ഇഷ്ടം പോലെ ഒരിക്കലും അവരുടെ ആകരുത്. മാതാപിതാക്കളെ വളർത്തരുത്, അവരെ കരുതണം, അവരെ ഓർക്കണം. അവർക്ക് വേണ്ട കടപ്പാടുകളെല്ലാം നിങ്ങൾ ചെയ്യണം. ഇവർ 2 പേരും കണ്ടിടത്തോളം, ഞാൻ പരിചയപ്പെട്ടിടത്തോളം 2 പേരും നല്ല ഒരു കുടുംബത്തിന് ദൈവകൃപയിൽ വളർന്നവരാണ്. അവർ നിശ്ചയമായും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2ാമതായി, നിങ്ങളുടെ കുടുംബത്തിന് അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമകനും മരുമകളും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പൻ, അമ്മ, മകൻ, മകൻ
ജിത്ത് പറയണം, ഷിബിൻ പറയണം, നിസിയുടെ പപ്പ എൻ്റെ പപ്പ, നിസിയുടെ മമ്മി എൻ്റെ മമ്മി. നിസി പറയണം, എൻ്റെ ജിത്തു അച്ചായൻ എന്തോ വിളിക്കുന്നത് അറിയില്ല, ഇന്നറിയാം എന്തോ എന്നെ വിളിക്കാൻ പോകുന്നതെന്ന്. അതെ, എന്തായാലും എൻ്റെ ജിത്തു അച്ചായൻ്റെ പപ്പ എൻ്റെയും പപ്പ, ജിത്തു അച്ചായൻ്റെ മമ്മി എൻ്റെയും മമ്മി. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സന്തോഷമായി അനുഗ്രഹമായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ഈ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. മറ്റൊന്ന്, എന്നും നിങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ആ സ്പേസ് പറഞ്ഞതാണ്, പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോ ദിവസവും ആരംഭിക്കണം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, പ്രശ്നമൊക്കെ ഉണ്ടാകാം, കുടുംബജീവിതമല്ലേ, മനുഷ്യരല്ലേ, ഉണ്ടാകാം. പക്ഷേ ആരോടും പറയാതെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക. മറ്റാരും അറിയേണ്ടതില്ല. ഈ ഉപദേശപ്രകാരം ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം ആശീർവദിക്കുക, നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വന്ന IPC പാസ്റ്റർ വൈയോഹൻ ഇപ്പോൾ ഇവിടേക്ക് വന്ന് 128 സങ്കീർത്തനം വായിക്കുന്നതായി. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുവാൻ പ്രിയ ശിവനും നിസിയും ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുവാൻ ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വാഴ്വുകളും അവരുടെ പകരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്തിയ പ്രത്യോദനം പോൽ പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാനന്ദങ്ങൾ ഈ ദമ്പതിക്കേക ശ്രീയേശുനാഥ. താൽക്കാലികങ്ങളാ ഭോഗങ്ങളെല്ലാം ആത്മാനുഭൂതിയിൽ നിസ്സാരമായി കാണാൻ കരുത്തുള്ള സ്വർഗീയ കണ്ണാൽ ശോഭിക്കുമാറാകെ ശ്രീയേശുനാഥ. ദൈവമായ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ വലങ്കരങ്ങളെ പുതിയ കുടുംബത്തിന്റെ നേരെ നീട്ടിക്കൊണ്ട് സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിമിഷം എഴുന്നേറ്റ് നിങ്ങളുടെ വലങ്കരങ്ങളെ ഇവർക്ക് നേരെ നീട്ടി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വധുവരന്മാർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം വധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് വരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന സുഖസ്ഥിതാവി ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന അവസരത്തെയോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന് പിൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാ നിന്റെ കൃപകൾക്കായിട്ടും നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഉഭയസമ്മതത്തോടുകൂടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേക വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവത്തിനെയും അവിടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ ദൈവകൃപയോടുകൂടെ
കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് പോകുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പൈതലിന് മേൽ അവിടുന്ന് പകരുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്മാരായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാകണമേ, നല്ല ജീവിത സൗകര്യം അവർക്ക് നൽകണമേ, നല്ല തലമുറകളെ നൽകണമേ, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഭവനമാക്കി തീർക്കാൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് നന്ദി പറയുകയാണ് കർത്താവേ, മനോഹരമായ ഈ ഉച്ച സമയത്തിനാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവേ. പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം കർത്താവേ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ നിങ്ങൾ സഹായിച്ചത് കർത്താവേ. ഇതുപോലെ അപേക്ഷിക്കുന്ന ഞങ്ങളെ യേശുവിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഒരു ഉത്തമ കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ പ്രിയവചനം നമ്മളെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൽ കർത്താവേ, ഈ തലമുറയിൽ കർത്താവേ, നിന്നെ ഉയർച്ച കാണിക്കുന്ന, നിനക്ക് വേണ്ടി ജീവിക്കുന്ന അനേക പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു യൗവനക്കാരനായിട്ട് ദാസനെ കരങ്ങളെടുത്ത് നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളില് കർത്താവേ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ അവർ രണ്ടുപേരും ഒരുമിച്ച് കർത്താവേ നിനക്ക് വേണ്ടി നിൽപ്പാനുള്ള ദൈവകൃപ അവരെ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ഈ സമയത്ത് കർത്താവേ പ്രിയ രണ്ടുപേരെയും യേശുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അവന്റെ മാതാപിതാക്കൾക്ക്, സഭയ്ക്ക്, ദേശത്തിന് അവ അനുഗ്രഹത്തിന് കാരണമായി തീർക്കട്ടെ. കർത്താവേ ചെയ്തതുമായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷകൾ ദൈവം വളരെ അനുഗ്രഹമായി നടത്തി. ദൈവം അവനെ ഒരു കുടുംബമാക്കിയല്ലോ. അവസാനമായി എല്ലാറ്റിനായും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ശേഷം ആശംസകൾ അറിയിക്കുവാനുള്ളവർക്ക് ഉള്ള സമയമുണ്ട്. അത് ഇപ്പോൾ പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചതിനായി കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ കർത്താവായ ദൈവം തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ ഇറങ്ങിച്ചെന്ന് കുറവുകളെ തീർത്ത കർത്താവ് ഇന്ന് പകൽക്കാലം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. തുടർന്നും കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരൻ ഷിബിനെ, പ്രിയ സഹോദരി നിസയ്ക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ ഹല്ലേലൂയ തക്ക തുണയായി പരസ്പരം വർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രയോജനമുള്ള ദൈവ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധന്മാർക്ക് സ്തോത്രം അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു കുടുംബമായി കർത്താവിൻ്റെ വേലയ്ക്ക് മുതൽക്കൂട്ടായി തീരുന്ന ഒരു കുടുംബമായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് യോജിപ്പിച്ചതിനായി സ്തോത്രം ഒന്നാക്കി തീർത്തതിനായി ഒരു പുതിയ കുടുംബം സ്ഥാപിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. സകല മഹത്വവും മാനവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ. തുടർന്നും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ ജയകരമായ ക്രിസ്തീയത നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിശേഷിച്ച് പ്രിയ സഹോദരൻ ഷിബിനെയും പ്രിയ നിസിയെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവിൻ്റെ വരവുവരെയും സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് ഹല്ലേലൂയ ചുമൽ കൊടുക്കുവാൻ സ്തോത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മാനിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കർത്താവ് ഹല്ലേലൂയ അവർക്ക് നൽകുന്ന തലമുറകളെ കർത്താവിൻ്റെ വഴിയിൽ അഭ്യസിപ്പിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറുവാൻ കർത്താവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് അവർ രക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരെ, ബന്ധുമിത്രാദികളെ, സഭാജനത്തെ എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ കർത്താവ് തന്നെ ഭാരമേറ്റ് നടത്തി അനുഗ്രഹിച്ച് അവിടുത്തെ പൊന്നുനാമം ഞങ്ങളുടെ മധ്യേ മഹത്വമെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നാം ഏവരോടും സകല ഭക്തന്മാരോടും പ്രത്യേകാൽ പുതിയ കുടുംബത്തോടു കൂടെയും കർത്താവിൻ്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. ഒരു 2 മിനിറ്റോടെ ദയവായിരുന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. പുതിയ കുടുംബത്തെ ഓർത്ത് തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. അവരുടെ മാരിയേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ ഈ സ്റ്റേജിൽ വെച്ച് തന്നെ ഇഷ്യൂ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. സിലോൺ പെന്തക്കോസ്ത് മിഷൻ ചീഫ് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജയകുമാർ അവர்கள் ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ചില തടസ്സങ്ങൾ മൂലം വരുവാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അത് ഈ പുതിയ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. അദ്ദേഹം ഈ പുതിയ കുടുംബത്തിനായി 128-ാം സങ്കീർത്തനം ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അനുഗ്രഹ വാക്തത്വം അത് അവർക്ക് കൊടുക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ വചനം അവർക്കായി ഞങ്ങൾ കൊടുക്കും. തുടർന്ന് ആശംസകൾക്കുള്ള സമയമാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഒരു പുതിയ ജീവിതത്തിൽ പ്രവേശിച്ച പ്രിയ മക്കൾ ഷിബിനും പ്രിയ മകൾ നിസിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി കുടുംബങ്ങളെ പലപ്പോഴും കാണാറുണ്ടെങ്കിലും
ഞാൻ മിക്ക കല്യാണങ്ങളിലൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വങ്ങളാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സക്കറിയാവും എലിസബത്തും എന്ന് പറഞ്ഞ ഒരു കുടുംബം. ഇവരെ കുറിച്ച് തിരുവചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവർ ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ വചനം നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. വാളകം ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ ഈ കുടുംബത്തിന് ഞങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും സക്കറിയാവ് എലിസബത്തിനെ പോലെ ഒരു ജീവിതത്തിൽ ആയിത്തീരട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവിടെ ഓർപ്പിക്കപ്പെട്ടതുപോലെ ആ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ജിത്തുവിൻ്റെ വല്യമ്മച്ചിയുടെ സഹോദരി ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട മെമ്പർ കുടുംബങ്ങളാണ്. അവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരോടും ചേർന്ന് വാളകം ചർച്ചകൂട് ദൈവസഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ ജിത്തുവിനും കുടുംബത്തിനും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അച്ചായനും ട്രസ്റ്റിയായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ചിരിക്കുന്നു മോനച്ചായനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ മാവേലിക്കര കർമ്മേൽ സഭയുടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ മോള്, ഞാൻ മോളെ വിളിക്കുന്നത്, അതുകൊണ്ട് പേര് പറയുന്നില്ല, മോളോടും ഉള്ള സ്നേഹം ഈ സമയത്ത് അർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ട്രസ്റ്റിയാണ്. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഈ 2 വർഷം കൊണ്ട് ട്രസ്റ്റിയായിട്ട് തുടർന്ന് എന്നോടൊപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ മോനച്ചായനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഭയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് LM-ൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രിയ രൂപത്തമാമയും കൂടെ ഉണ്ട്. അപ്പോൾ രൂപത്തമാമയുടെ മകളായിരിക്കുന്ന പ്രിയ കുഞ്ഞിനോടുള്ള സ്നേഹം മാവേലിക്കര കർമ്മേൽ സഭയുടെ എല്ലാ വിവാഹാശംസകളും ഇരുവരോടുകൂടി ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ ഞങ്ങൾ ഉപകാരമായിട്ട് സമർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. അടുത്തതായി ബ്രദർ ജിത്തുവിൻ്റെ സഭയുടെ സിലോൺ പെന്തക്കോസ്ത് മിഷൻ മണ്ണൂർ സഭയുടെ യൂത്ത് മൂവ്മെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് മുൻപോട്ട് കടന്നു വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അടുത്തതായി ബ്രദർ സണ്ണി ഒരു ആശംസ അറിയിക്കും. എല്ലാവർക്കുമുള്ള ഭക്ഷണം താഴത്തെ ഹാളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ശേഷമായിട്ട് കർത്താവേ ഹല്ലേലൂയ, ഇന്ന് മക്കൾ ഒഴിക്കുക ഭക്ഷണ പദാർത്ഥത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ദൈവാനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.